അൺനോൺ നമ്പറോ? നിങ്ങൾക്കും അങ്ങനെ ഒരു കോള് വന്നായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? രുദ്രേട്ടനും കോള് വന്നോ? രുദ്രണ്ണന് വന്ന കോൾ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കാര്യം പറ. ഏതവനാ നിങ്ങളെ വിളിച്ചത്? വിളിച്ചത് ആണാണോ പെണ്ണാണോ? കോള് വന്നത് അലീനയ്ക്കാ. സംസാരിച്ചയാള് ഒരു പുരുഷനും. വിളിച്ചയാളുടെ ശബ്ദം വേറെ എവിടെയും കേട്ടതായിട്ട് പരിചയം തോന്നിയില്ല. വന്ന നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? ആ കോളിന്റെ നമ്പർ കണ്ടെത്താൻ കുറെ പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. സെയിം അണ്ണന് വന്ന അതേ കോള് പോലെയാണല്ലോ ഇവർക്ക് വന്നിരിക്കുന്നത്. രണ്ടും ഒരാള് തന്നെ അവനാണ് സാധ്യത. എന്താ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങള് നിങ്ങൾക്ക് വന്ന അൺനോൺ നമ്പറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അക്കാര്യത്തിൽ ഡിസ്കസ് ചെയ്ത് വെറുതെ സമയം കളയണ്ട ചേട്ടാ. ആ നമ്പർ കണ്ടെത്താൻ കഴിയില്ല. ഏതോ പുതിയ ആപ്പ് ഉപയോഗിച്ച് ആരോ ഞങ്ങളെ വിളിച്ചതാ. വിളിച്ച ആള് നിങ്ങളടുത്ത് എന്താ പറഞ്ഞ? ഞങ്ങളുടെ പുതിയ നീക്കങ്ങൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇരകളാകും. അതാ വിളിച്ചയാള് പറഞ്ഞത്. അല്ല, എന്താണ് നിങ്ങളുടെ പുതിയ നീക്കം? അത് ആർക്കെതിരെ? ഞങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് ചേട്ടൻ അറിയാലോ, 5 സുന്ദരികൾ. അവർക്കെതിരെ പുതിയ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാ ഈ വിളി വന്നത്. അപ്പൊ സംശയിക്കാൻ എന്തിരിക്കുന്നു? ഈ കോളിന് പിന്നിൽ 5 സുന്ദരികൾ തന്നെയാ. അണ്ണാ, നിങ്ങൾക്ക് വന്നത് ഇതുപോലൊരു കോളല്ലേ? രുദ്രേട്ടന് വന്നതും ഇങ്ങനൊരു കോളാണോ? എനിക്കൊരു കോള് വന്നു. ഈ കോള് ചെയ്തവൻ എന്റെ മുന്നിൽ വരാൻ ധൈര്യം ഇല്ല. വന്ന് പെട്ട അവനറിയാം ഞാൻ അവനെ തീർത്തളയെന്നൊക്കെ. ഇയാളെ ഒത്തിരി നാളായി ആരെയൊക്കെയോ തീർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആരും തീർന്നതായി നമ്മള് കേട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ചേട്ടാ, ഞങ്ങൾക്ക് ഈ കോളിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളുടെയും നിങ്ങളുടെയും പ്ലാനുകൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരേ ഒരു ടീമേ ഇവിടെ ഉള്ളൂ. അത് 5 സുന്ദരികളാ. അവരുടെ കള്ളക്കളികളാണ് ഈ അൺനോൺ നമ്പർ എന്നറിയാൻ തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങൾ 5 സുന്ദരികളെ വെറുതെ വിടരുത്. അതിനവരെ ഒരുമിച്ചൊന്ന് കൈ കിട്ടണ്ടേ? എവിടെ കണ്ടാലും വഴുതി പൊക്കോണ്ടിരിക്കുകയല്ലേ. അവരുടെ വണ്ടിക്ക് എന്തോ മാന്ത്രിക ശക്തിയുണ്ട്. ഒന്ന് പോ ചേട്ടാ, ഇങ്ങനെ തരം താഴരുത്. 5 സുന്ദരികളെ 1 by 1 ആയി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അവരെ ഒരുമിച്ച് കൈ കിട്ടിയാ നിങ്ങൾ അവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യോ? എന്നാലേ നിങ്ങൾ തേടി നടക്കുന്ന ആരവിനെ കിട്ടൂ. ശരി, ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ അവരെ എത്തിച്ചാ 5 സുന്ദരികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തുതരാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. ചേട്ടൻ സ്ഥലം തീരുമാനിച്ചോ? 5 സുന്ദരികളെ ഒറ്റയ്ക്കോ ഒന്നിച്ചോ ഞങ്ങൾ അവിടെ എത്തിച്ചു തരും. വാടി പോവാം. ഐഷാനെ, പിള്ളേർ ഉത്സാഹിച്ചാണല്ലോ കൂടെ കൂടിയിരിക്കുന്നത്. കൈ നനയാതെ മീൻ പിടിക്കാം. ആരാ? ഗബ്രിയേൽ സാറിനെ കാണാനാണെങ്കിൽ സാർ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലില്. ചേട്ടാ, ഞാൻ ടി കെ മോട്ടേഴ്സിൽ നിന്ന് വരിക. ഇവിടുത്തെ വണ്ടി സർവീസിന് ചെന്നപ്പോ ഒരു ക്ലോത്ത് ഡിക്കിയിൽ വീണുപോയതായി സാറ് വിളിച്ച് പറഞ്ഞു. ഓ, ആ കമ്പിളി പുതപ്പാണോ? ക്ലോത്ത് ഏതാണെന്ന് അറിയില്ല. മറ്റൊരു വാഹനത്തിന്റെ ഫ്ലോർ ക്ലോത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ക്ലോത്ത് ആയിരിക്കും. അത് അന്വേഷിച്ചു വരാൻ ഇപ്പോഴാ സമയം കിട്ടിയത്. ആ സാധനം ഇവിടെ തന്നെയുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. 1 മിനിറ്റ്. ശരി. ആ പുതപ്പടെ പോയി? ഇവിടെയാണല്ലോ സൂക്ഷിച്ചത്, ഇതെവിടെ പോയി? ആ സാധനം ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ സൂക്ഷിച്ച സാധനം എവിടെ പോവാനാ? ഒരു പാരാസൈക്കോളജിസ്റ്റായി എന്റെ അനുഭവം കേട്ടിട്ട് എമിലിക്ക് എന്തു തോന്നുന്നു? അല്ല, ശാസ്ത്രീയമായ അടിത്തറകളൊന്നുമില്ലാത്ത ഈ വിഷയത്തിൽ തന്നെപ്പോലെ ശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിന് എത്രമാത്രം ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയും? ഗബ്രി ഇതിനോട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടത്? അതുതന്നെയാണ് എന്റെ വിഷയം. പാരാനോർമൽ ആക്ടിവിറ്റീസ് എങ്ങനെ നടക്കുന്നു അതറിയാനുള്ള ഒരു കൗതുകം. അത് തന്നെയാണ് ഈ റിസർച്ചിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിന് പിന്നാലെ പോകുന്നവര് അബ്നോർമൽ മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്നാണ് പറയാറ്. മനുഷ്യൻ എപ്പോഴും നോർമലായിരുന്ന ഒരു രസവും ഇല്ല. കുറച്ചൊക്കെ അബ്നോർമൽ ആവാം. എന്താ?
ജോസഫേട്ടന്. ആ എന്താ ജോസഫേട്ടാ? സാർ, ആ വാഹന ഷോറൂമിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അയാൾ ആ കമ്പിളിപ്പതപ്പ് എടുത്തുകൊണ്ട് പോകാനാ വന്നത്. ആ എന്നിട്ട് കൊടുത്തില്ലേ? അത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പൊ കാണുന്നില്ല. സാർ അതെടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചായിരുന്നു? ഇല്ല. ജോസഫേട്ട എല്ലായിടത്തും ഒന്നുകൂടെ നോക്കിയേ. ഞാൻ എല്ലായിടത്തും നോക്കി സാറേ. ആ സാധനം ഇവിടെ ഇല്ല. ഞാനത് സർവീസ് സെന്ററിൽ എത്തിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഏതോ കസ്റ്റമറിന്റെ വണ്ടിയുടെ ഫ്ലോർ ക്ലോത്ത് കാണാനില്ലെന്ന് പറഞ്ഞ അയാൾ ഇവിടെ വന്നത്. ഏതായാലും ഞാൻ അങ്ങോട്ട് വന്നിട്ട് നോക്കാം. ശരി സാറേ. വീട്ടിലെന്താ പ്രശ്നം? ഞാനിന്നൊരു കമ്പിളിപ്പതപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് അന്വേഷിച്ച ആള് വീട്ടിൽ വന്നപ്പോ അതിപ്പോ വീട്ടിലില്ല. അതെവിടെ പോവാനാ, വീട്ടിൽ തന്നെ കാണും. അതവിടെ ഇല്ലെന്നാ ജോസഫേട്ടൻ പറയുന്നേ. പ്രശ്നമായല്ലോ. ഒരു കമ്പിളി പുതപ്പല്ലേ, അത് നഷ്ടപ്പെട്ട മറ്റൊന്ന് വാങ്ങിക്കൊടുത്താ പോരെ? ഏയ്, പുതിയൊരെണ്ണം വാങ്ങി അതിന് പകരമാവില്ല. പിന്നെ അതെവിടെ പോയി? ഗബ്രിയുടെ വീട്ടിൽ നിന്ന് പറന്നുപോയോ? ആ രൂപം പൊതിച്ചിരുന്ന പുതപ്പ് എന്റെ പെട്ടിയിൽ മടക്കി വെച്ചിരുന്ന സാധന. പിന്നീട് ആ രൂപത്തെ കണ്ടില്ല. പക്ഷെ ആ പുതപ്പ് എന്റെ പെട്ടിയിൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആ ഹോസ്റ്റലിൽ ചെന്ന സമയത്ത് മന്ദാകിനി ഒരു കമ്പിളിപ്പതപ്പിനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ പുതപ്പ് തന്നെയാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. ഗബ്രിയുടെ വീട്ടിൽ നിന്ന് അതെങ്ങനെ അവിടെ എത്താനാ? നോ ചാൻസ്. ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആ പുതപ്പിന് ഒരു അസാധാരണ സ്വഭാവമുണ്ട്. പാരാനോർമൽ ആക്ടിവിറ്റി? അതെ, മോഴക്കുന്നിലേക്ക് പോകാൻ എല്ലാരും റെഡി ആവണേ. നമ്മളെല്ലാം റെഡിയാ. ഇന്നലെ രാത്രിയിലെ എല്ലാം പ്രിപ്പയർഡ് ആയതല്ലേ. യാത്ര മോഴക്കുന്നിലേക്കല്ലേ, അപ്പൊ ഇവിടെയുള്ള സ്നാക്സ് മുഴുവൻ കൊണ്ടുപോവാ. ഇങ്ങോട്ട് പോയാലും നിനക്ക് ഇതിനൊരു കുറവില്ല. നമ്മളെ തിന്ന് വയറ് നിറയ്ക്കാനല്ല പോകുന്നത്, ആരവിന്റെ അമ്മയെ കണ്ടുപിടിക്കാന്. ഇനി വിശപ്പുള്ളവർക്കേ വല്ലതും കഴിക്കാൻ പറ്റും. വല്ലതും കഴിക്കുന്നവർക്കേ വിശപ്പും ഉണ്ടാവും. അല്ലാത്തവർ നിന്നെ പോലെ ഉണങ്ങി ചുരുണ്ടിരിക്കും. ഒരു ബോഡി ഷേം ചെയ്താലുണ്ടല്ലോ. ഫുഡിനെ പറ്റി പറഞ്ഞ ബോഡിയെ വെച്ച് പറയും. നീ പൊടി പിത്തക്കാടി. ഏയ് നിക്ക്, ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോ നിങ്ങൾ ഇങ്ങനെ വഴക്കിടല്ലേ. വേഗം സ്നാക്സ് എടുത്തോട്ടെ. ഹലോ, ആ ചെക്കൻ ഇതുവരെ റെഡിയായില്ലേ? ആരവേ? ആരവെവിടെ? അതെ, അവനവിടെ ഇല്ല. ഇന്ന് നമ്മൾ മോഴക്കുന്നിലേക്ക് പോകുന്ന കാര്യം അവൻ അറിയാവുന്നതല്ലേ.